വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഇടതുമുന്നണിയെ അനുനയിപ്പിക്കാൻ ഗൗതം അദാനിയുടെ ശ്രമം. അദാനി AKG സെന്ററിലെത്തി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കുമെന്നും കോടിയേരി പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ബാർക്കോഴയിൽ ആരോപണ വിധേയനായ മന്ത്രി K. ബാബു ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നതുകൊണ്ട് ചടങ്ങ് ബഹിഷ്കരിക്കാനാണ് ഇടതുമുന്നണി തീരുമാനിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷത്തെ അനുനയിപ്പിക്കാൻ ഗൗതം അദാനി നേരിട്ടിറങ്ങിയത്. രാവിലെ 11 മണിയോടെ AK സെന്ററിലെത്തിയ അദാനി കോടിയേരി ബാലകൃഷ്ണനുമായി 20 മിനിറ്റോളം നേരം കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണയുണ്ടാകുമെന്ന് കോടിയേരി പറഞ്ഞതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദാനി വ്യക്തമാക്കി. Some reservation about the overall, but as far as the project is concerned, definitely is supporting. അതേസമയം കരാറിലെ വ്യവസ്ഥകൾ സ്വീകാര്യമല്ലെന്നും മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ഭരണത്തിൽ വന്നാൽ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും കോടിയേരി പറഞ്ഞു. K. ബാബു ഇന്ന് ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയാണ്, കളങ്കിത വ്യക്തിയാണ്. ബാബുവിൻ്റെ പേരിൽ 10 കോടി രൂപ ബാർ അഴിമതി കേസ് നിലനിൽക്കുന്ന സന്ദർഭത്തിൽ, അദ്ദേഹത്തെ നിയമസഭയിൽ തന്നെ ബഹിഷ്കരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അധ്യക്ഷനായുള്ള ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചത്. പദ്ധതി തുകയുടെ 32% മാത്രം ചെലവഴിക്കുന്ന അദാനിക്ക് പൂർണ്ണ ചുമതല നൽകുന്നത് തെറ്റാണെന്നും കോടിയേരി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.